ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിദാത് ലേണിംഗ് ഹബ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി ഫസ്റ്റ് ഇയറിൽ നിന്നുള്ള മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള ക്രൈം ആൻഡ് സൊസൈറ്റിയിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ആൻ ഇൻട്രൊഡക്ഷൻ ടു IPC. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനൊരു മുഖവുര എന്ന നിലക്കാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ പ്രധാനമായിട്ട് നമ്മൾ ഇതിൻ്റെ ഇന്ത്യൻ ശിക്ഷാ നിയമം ഉണ്ടായതിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഒരു ഔട്ട്ലുക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വിവാഹം മതപരമായിട്ടുള്ള അക്രമങ്ങളും അതിനുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള ശിക്ഷകളും നിയമ വകുപ്പുകളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ പീനൽ കോഡ് വരുന്നത് തോമസ് ബാങ്കിങ്ടൺ മക്കുലെ എന്നവരുടെ കീഴിലുണ്ടായിരുന്ന ഒരു ലീഗൽ കമ്മീഷനാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നെപ്പോളിയനിക് കോഡുകളും പിന്നെ അതുപോലെ 1875 ലൂസിനൽ സിവിൽ കോഡും അനുസരിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ 1837 ഇതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ലഭിക്കുകയും ഗവർണർ ജനറലിന് ലഭിക്കുകയും ഏകദേശം 20 വർഷത്തോളം എടുത്തിട്ടുള്ള പുനരുദ്ധീകരണ പ്രവർത്തനങ്ങൾക്കും മറ്റും ശേഷം നമ്മുടെ ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമം 1850 പൂർണ്ണമാവുകയും 1856 അത് നിയമ വകുപ്പിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അത് 1857 നിയമപരമായിട്ട് നടപ്പിൽ വരുന്നത്. ബാർണസ് പീകോക്ക് അദ്ദേഹമായിരുന്നു നമ്മുടെ കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസായി വന്നിട്ടുള്ളത്. അദ്ദേഹം 1860 ജനുവരിയിൽ ഒരുപാട് ഭേദഗതികളും മറ്റു തിരുത്തുകളും ഇന്ത്യൻ പീനൽ കോഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇനി ബ്രിട്ടീഷ് നിയമം ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങളും അവിടുത്തെ ശിക്ഷാരീതികളും ശിക്ഷാമുറകളുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിന് ഇടപെടുകയും 1772 വാറൻ ഹാസ്റ്റിങ്സിൻ്റെ കാലത്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിൽ ഇടപെടുന്നതും 1861 അങ്ങനെ ഇത് ഇന്ത്യക്ക് അവരുടേതായിട്ടുള്ളൊരു ശിക്ഷാ നിയമവ്യവസ്ഥയും കൊണ്ടുവരുകയും ചെയ്യുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരുപാട് ശിക്ഷാ വ്യവസ്ഥകളും മറ്റുമൊക്കെ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് പല നിലക്കും പല സമയങ്ങളിലും മാറ്റിത്തിരുത്തുകൾ വരികയും അങ്ങനെ 1862 ഒരു ക്രിമിനൽ ലോ ഇന്ത്യക്ക് സംജാതമാവുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് ഔട്ട്ലൈൻ ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക ക്രിമിനൽ കോഡ് ശിക്ഷാ നിയമവ്യവസ്ഥയാണ് ഈ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ളത്. പക്ഷേ 1862 ഇത് നിലവിൽ വന്നെങ്കിലും പല നാട്ടുരാജ്യങ്ങളിലും ഇത് നടപടിയായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഒഫൻസസ് റിലേറ്റഡ് ടു മാരേജ്, നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങളും മറ്റാണ് ഇനി അടുത്തായിട്ട് പറയുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഒരു ഘടന എന്നുള്ളത് 511 വകുപ്പുകളിലായിട്ട് 23 ചാപ്റ്ററിൽ ഒതുങ്ങിക്കൂടിയാണ് ഇന്ത്യൻ ശിക്ഷാ വ്യവസ്ഥ എന്നുള്ളത്. അതിന് ആദ്യത്തെ ചാപ്റ്ററിൽ ആമുഖം, പിന്നെ അതിനുശേഷം പൊതുവായിട്ടുള്ളൊരു വിശദീകരണം, പിന്നെ ശിക്ഷകളെ പറ്റിയിട്ടാണ്, പിന്നെ സ്വകാര്യ പ്രതിരോധ അവകാശത്തിൻ്റെ പൊതുവായ ഒഴിവാക്കലുകളെ പറ്റിയിട്ട്, പിന്നെ ചാപ്റ്റർ 5 പ്രേരണാ കുറ്റങ്ങൾ, പിന്നെ 6 ക്രിമിനൽ ഗൂഢാലോചന, പിന്നെ രാജ്യത്തിനെതിരായുള്ള കുറ്റകൃത്യങ്ങൾ, പിന്നെ നാവി, ആർമി, എയർഫോഴ്സ് ഇതിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, പൊതുസമാധാനത്തിനെതിരായുള്ള കുറ്റകൃത്യങ്ങൾ, പൊതുസേവകൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ പൊതുജനവുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത്. പിന്നെ നിയമവിരുദ്ധമായ കുറ്റകൃത്യങ്ങളും പൊതുസേവകളുടെ അധികാരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പറ്റിയിട്ടും ചർച്ച ചെയ്യുന്ന ഇതാണ് 10ാമത്തെ അധ്യായം എന്നുള്ളത്. പിന്നെ പൊതുജനനീതിക്കെതിരായിട്ടുള്ള തെറ്റായ തെളിവുകളുടെയും കുറ്റകൃത്യങ്ങളുടെയും കൈകടത്തലുകളെ പറ്റിയിട്ടാണ്. പിന്നെ പൈസയും നാണയവും സ്റ്റാമ്പുകളും സംബന്ധിച്ച കുറ്റകൃത്യങ്ങൾ, പിന്നെ അളവ്, തൂക്കം എന്നിവയിൽ വരുന്ന കൃത്രിമത്വങ്ങളും മറ്റുമൊക്കെ പറയുന്നതാണ് 13ാമത്തെ ചാപ്റ്ററിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ആരോഗ്യം, അതിൻ്റെ സുരക്ഷ, സൗകര്യം, മാന്യത, ധാർമ്മികത ഇതേ പറ്റിയിട്ടൊക്കെയാണ് 14ാം അധ്യായം വരുന്നത്. 15ാം വകുപ്പിലാണ് നമ്മളെ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
കാര്യങ്ങളും മറ്റൊക്കെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു മനുഷ്യ ശരീരത്തിനുള്ള കുറ്റകൃത്യങ്ങളും മറ്റൊക്കെയാണ്. അതിൽ കൊലപാതകം മറ്റു കുറ്റകരമായിട്ടുള്ള നരഹത്യകൾ ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കീഴിലാണ് ഗർഭാലസിപ്പിക്കുക, ഗർഭസ്ഥ ശിശുക്കൾക്ക് പരിക്കേൽപ്പിക്കുക, ശിശുക്കളുടെ ജനനം മറച്ചുവെക്കുക, ഇതൊക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുക, മാനസികമോ ശാരീരികമായാലും വേദനിപ്പിക്കലെല്ലാം ഇന്ത്യൻ പീനൽ കോഡിൻ്റെ വ്യവസ്ഥയിൽ വരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ തെറ്റായ നിയന്ത്രണം, പിന്നെ അതുപോലെ തന്നെ തെറ്റായ തടവ്, ഇതെല്ലാം ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ ക്രിമിനലായിട്ടുള്ള പല പ്രയോഗവും ആക്രമണങ്ങളും, പിന്നെ തട്ടിക്കൊണ്ടുപോകൽ, അടിമത്തം, പിന്നെ നിർബന്ധിതമായിട്ടുള്ള തൊഴിൽ ചെയ്യിപ്പിക്കൽ, പിന്നെ അതുപോലെ ബലാത്സംഗം, സ്വർഗരതി എന്നിവ ഉൾപ്പെടുന്ന ലൈംഗിക കുറ്റകൃത്യങ്ങളെല്ലാം ഈ ഹ്യൂമൻ ബോഡിയുമായിട്ട് വരുന്നതാണ്. ഇതെല്ലാം 16-ാം അധ്യായത്തിലാണ് പറയുന്നത്. ഇനി അടുത്താണ് നമ്മളെ സ്വത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് 17-ാം അധ്യായത്തിൽ വരുന്നത്. അത് നമ്മുടെ മോഷണം, പിടിച്ചുപറി, കൊള്ള, കൂട്ടക്കവർച്ച, പിന്നെ സ്വത്തിൻ്റെ ക്രിമിനൽ ഉപയോഗങ്ങൾ, ദുരുപയോഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ക്രിമിനലായിട്ടുള്ള വിശ്വാസ ലംഘനങ്ങൾ, മോഷ്ടിച്ച സ്വത്തിനെ സ്വീകരിക്കുക, അതുപോലെ തന്നെ വഞ്ചനപരമായിട്ടുള്ള പ്രവൃത്തികളും സ്വത്ത് കൈവശപ്പെടുത്തലും, പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ശല്യം ചെയ്യുക, സ്വത്തിന് വേണ്ടിയിട്ട് ശല്യം ചെയ്യൽ, പിന്നെ അതുപോലെ തന്നെ ക്രിമിനൽ അതിക്രമങ്ങൾ, ഇതെല്ലാം ഈ വകുപ്പിൻ്റെ കീഴിലാണ് വരുന്നത്. അടുത്താണ് 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളെ രേഖകളും സ്വത്തുക്കളും സ്വത്തടയാളങ്ങളും സംബന്ധിച്ചിട്ടാണ് അടുത്ത് വരുന്നത്. അതിൽ നമ്മളെ രേഖകളുമായി ബന്ധപ്പെട്ട കേസുകൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ സ്വത്ത് മറ്റു അടയാളങ്ങൾ എന്നുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ കറൻസി നോട്ടുകളും ബാങ്ക് നോട്ടുകളുമായി സംബന്ധിച്ച് വരുന്ന വകുപ്പുകളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതിന് ശേഷമുള്ളതാണ് സേവന കരാറുകളുടെ ക്രിമിനൽ ലംഘനം എന്നുള്ളതൊക്കെ വരുന്നത്. അതായത് നമ്മുടെ ഈ പൊതുവകുപ്പുകളിൽ പൊതുമരാമത്തിലൊക്കെ വരുന്ന പാളിച്ചകളും മറ്റൊക്കെ നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ് ഇതിൻ്റെ കീഴിൽ. അടുത്താണ് റിലേറ്റിംഗ് ടു മാരേജ്, വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അടുത്തത്. പിന്നെ ഭർത്താവിൻ്റെയോ ഭർത്തൃബന്ധുക്കളുടെയോ ക്രൂരതയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചാപ്റ്റർ 20A വരുന്നത്. ഇനി അപകീർത്തിപ്പെടുത്തലാണ് 21-ാം അധ്യായത്തിൽ വരുന്നത്. എന്നാൽ 22 ക്രിമിനൽ ഭീഷണി, അപമാനം, ശല്യപ്പെടുത്തുക, ഇതെല്ലാമാണ് 22-ാം അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇനി 23-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങളും മറ്റുമൊക്കെയാണ് 23-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. നമ്മുടെ ഈ കേസസ് അഗൈൻസ്റ്റ് വുമൺ ബോഡി, മനുഷ്യ ശരീരത്തിനെതിരായിട്ട് കേസുകളും കാര്യങ്ങളൊക്കെ പറയുന്നത്, കുറ്റകരമായിട്ടുള്ള കൊലപാതകങ്ങൾ, പ്രകൃതിവിരുദ്ധമായ കുറ്റകൃത്യങ്ങൾ, ഇതെല്ലാമാണ് ഇതിൽ വരുന്നത്. സെക്ഷൻ 299 മുതൽ 377 വരെയാണ് ഇതിൻ്റെ വകുപ്പുകൾ വരുന്നത്. 16-ാം അധ്യായത്തിലാണ് ഇത് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ അടിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രേരിപ്പിക്കുക, മറ്റൊരാളെ നമ്മൾ അതിനുവേണ്ടി ഏൽപ്പിക്കുക, റേപ്പ്, മർഡർ, കിഡ്നാപ്പിംഗ്, ഇതെല്ലാം ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇനി സ്വത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത്. ഇത് 17-ാം അധ്യായത്തിലാണ് വരുന്നത്. ഇതിൽ 378 സെക്ഷൻ മുതൽ 462 വരെയും ഇതന്നെയാണ് പറയുന്നത്. ഇതിൽ നമ്മുടെ കൊള്ള, പിടിച്ചുപറി, വഞ്ചന, തട്ടിപ്പ്, ഇതെല്ലാം ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. ഇനി അടുത്താണ് നമ്മുടെ പൊതുസമാധാനത്തിനെതിരായിട്ടുള്ള കേസുകളും കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. അത് 141 മുതൽ 160 വകുപ്പുകളിലായിട്ടാണ് വരുന്നത്. ചാപ്റ്റർ 8-ലാണ് വരുന്നത്. 8-ാം അധ്യായത്തിലാണ് ഇത് വരുന്നത്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഇല്ലീഗലായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള സംഘടനയിലുള്ള മെമ്പർഷിപ്പ്, അതുപോലത്തുള്ള ഏറ്റുമുട്ടൽ, കോൺഫ്രണ്ടേഷൻ, ഇതെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ചാർജുകളും കാര്യങ്ങളാണ് വരുന്നത്. അത് ചാപ്റ്റർ 6-ലാണ് വരുന്നത്. 121 മുതൽ 130-ാം അധ്യായത്തിലാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇതിന് പ്രധാനമായിട്ടുള്ള വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയുന്നതാണ് സെക്ഷൻ 124A,
അതായത് അഗ്രവേഡ് സെഡീഷൻ, രാജ്യദ്രോഹ കുറ്റാണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരും മറ്റൊക്കെ ഇതിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രിട്ടീഷ് സർക്കാരാണ് ഇതിനെ കൊണ്ടുവന്നത്. അന്ന് അവർക്കെതിരെ തിരിഞ്ഞതിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു വകുപ്പാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നമ്മുടെ ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ 124(a) എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ നമ്മളെ ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്താണ് ആൾട്ടർനേറ്റീവ് നോർമൽ. അതായത് ഒരു കുറ്റവാളിക്ക് കുറ്റകൃത്യം ചെയ്യുന്നത് ഒഴിവാക്കാൻ കഴിയുന്ന അസാധാരണ സാഹചര്യങ്ങളിൽ നിന്നും അവനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് പറയുന്നത് റൈറ്റ് ടു പ്രൈവസി, അതായത് അതിൻ്റെ സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്ന് പറയുന്നത്. ഇതിൻ്റെ കീഴിലാണ് നമ്മുടെ ഈ അധ്യായത്തിൻ്റെ കീഴിലാണ് നമ്മുടെ ഇൻസാനിറ്റി നീഡ് പെർമിഷൻ, അതായത് ഒരു വ്യക്തിയുടെ ഭ്രാന്ത്, അതായത് ബുദ്ധിമാന്ദ്യം, അതിൻ്റെ ആവശ്യങ്ങൾ, അവന് നൽകുന്ന അനുവാദങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നിശ്ചിത വയസ്സിന് മുമ്പ് കുട്ടികളായിട്ട് ചെയ്യിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്നതാണ് IPCയുടെ എതിർ വ്യവസ്ഥകളാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. എക്സ്ട്രാ ഓർഡിനറി ഒഫൻസസ് സെക്ഷൻ 377, അതായത് അസാധാരണ കുറ്റകൃത്യങ്ങൾ. അതിൽപ്പെട്ടാണ് ഒരേ ലിംഗത്തിൽപ്പെട്ട വ്യക്തികൾ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക പ്രവർത്തികൾ മറ്റ് കാരണങ്ങളോടൊപ്പം തന്നെ ഈ വകുപ്പിന് കീഴിൽ ശിക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നവതേജ് ജോഹർ കേസിൽ സുപ്രീം കോടതി ഒടുവിൽ ഈ ആർട്ടിക്കിളിലെ ഇത്തരം ഏകകണ്ഠമായ പ്രവർത്തനങ്ങളെ, അതായത് രണ്ടുപേർ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ നിരോധിക്കുന്ന ഭാഗം റദ്ദ് ചെയ്യുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്താണ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂസൈഡ്, അതായത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിനുള്ള അതിൻ്റെ ശിക്ഷ വകുപ്പുകളാണ് പറയുന്നത്. അത് സെക്ഷൻ 309ൻ്റെ കീഴിലാണ് അത് വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 1 വർഷത്തോളം വരുന്ന തടവും മറ്റൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളതാണ് ഈ കുറ്റകൃത്യം. മാക്സിമം 1 വർഷത്തോളം ഇവരെ ശിക്ഷിക്കാനുള്ള അവകാശം കോടതിക്കുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ 2017 മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് പ്രകാരം ഇതിനെ ഒരുപാട് റെഡ്യൂസ് കുറച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവർ വാദിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി അത്രയും മാനസിക സമ്മർദ്ദം മൂലമാണ് ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവർ കുറ്റവാളികളാവുന്നില്ല എന്നാണ് ഇവിടെ അവർ പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളതാണ് അഡൾട്ടറി, അതായത് വ്യഭിചാരം മറ്റൊക്കെയാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. ഈ വിഭാഗത്തിൽ ഒരു വ്യക്തിയുടെ ഒരു ഭർത്താവിൻ്റെ സ്വകാര്യ സ്വത്തായിക്കൊണ്ട് അവൻ്റെ ഭാര്യയെ കണക്കാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇതിനെ ജോസഫ് ഷൈൻ vs യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന 2018 സെപ്റ്റംബർ നടന്ന കേസ് ഇതിനെ റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ ഈ നിയമം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റേപ്പ്, അതുപോലെ കൊലപാതകം, കലാപങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കുന്നവരെ നമ്മൾ എന്ത് തന്നെ ആയാലും വധശിക്ഷക്ക് വിധേയരാക്കണമെന്നാണ് ഈ വകുപ്പ് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഏകദേശം ഒരു ഉത്തരവാദിത്വപൂർണ്ണമല്ലാതെ തന്നെ 75ഓളം തവണ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനെ മാറ്റി തിരുത്തലുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 42ാമത്തെ റിപ്പോർട്ട് പ്രകാരം 1971 ഈ ഇത്തരം മാറ്റി തിരുത്തലുകൾ വന്ന സമയത്ത് എന്തുണ്ടായിട്ടുള്ള നമ്മുടെ ഒരു റിവ്യൂ പോലും അന്ന് നടത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1971-78 കാലഘട്ടത്തിൽ ലോക്സഭയുടെ പിരിച്ചുവിടലും മറ്റൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പക്ഷേ നമ്മുടെ ഈ കാലികമായി കൊണ്ട് ഒരുപാട് മാറ്റത്തിരുത്തലുകൾ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വന്നിട്ടുണ്ട് എന്നും പറയുന്നു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ ശിക്ഷാ വ്യവസ്ഥ എന്നുള്ളത് ആർട്ടിസ്റ്റ് ആൻഡ് സ്ലേവ്, അത് ഒരു കൂട്ടം അതിനെ രൂപകൽപ്പന ചെയ്യലും എന്നാൽ ബാക്കിയുള്ളവരെല്ലാം അതിനൊരു അടിമകളെ പോലെ ആവുകയാണ് എന്ന് പറയുന്നത്. എന്നാൽ IPCയിൽ പുനഃപരിശോധിക്കുകയും അപ്ഡേറ്റ് ചെയ്യേണ്ടതുമായ കാര്യങ്ങളാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അത് ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ 1898 ഉണ്ടാക്കിയ ഒരു വിപ്ലവകരമായ മുന്നേറ്റമാണ് ഇത് എന്നുള്ളത്. അപ്പോൾ അതിൽ അന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരുപാട് മാറ്റത്തിരുത്തലുകൾ ആവശ്യമാണെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് മാനനഷ്ട കേസുകൾ ഒരു സ്വതന്ത്ര ജനാധിപത്യത്തിൽ നിലനിൽക്കരുത്. അതുകൊണ്ട് തന്നെ
1927 പാസ്സാക്കിയിട്ടുള്ള സെക്ഷൻ 295A പോലുള്ളതിനെ എടുത്തു കളയണമെന്നാണ് പറയുന്നത്. ഇനി 1913 ഒരു ക്രിമിനൽ കോൺസ്പിറസി, അതായത് ക്രിമിനലായിട്ടുള്ള ഗൂഢാലോചനകൾ ഉണ്ടായി. അതുമൂലമാണ് നമ്മുടെ ഈ പൊളിറ്റിക്കൽ കോൺസ്പിറസിയെ ഇതിലേക്ക്, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഗൂഢാലോചനയെ നമ്മുടെ IPCയിലേക്ക് ചേർത്തതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയുന്നതാണ് നമ്മളെ ഇന്ത്യൻ ശിക്ഷാ വ്യവസ്ഥ എന്നുള്ള പുരുഷാധിപത്യത്തിനും എതിരായിക്കൊണ്ടും, പിന്നെ അതുപോലെ പഴയ വിക്ടോറിയൻ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടാണ്. അതായത് ഒരു ഭർത്താവിന് സ്വന്തം ലൈംഗിക മേധാവിത്വത്തിന് ഇത് നിയമപരമായ ഒരു സംരക്ഷണം നൽകുന്നില്ല, എന്നാൽ ഒരു സ്ത്രീക്ക് നിയമപരമായ എല്ലാ സംരക്ഷണവും നൽകുന്നുണ്ട്. അതായത് നമ്മൾ ഒരു പുരുഷന് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോടതിയിൽ സ്ത്രീ എന്ത് പറയുന്നു, സ്ത്രീക്കാണ് വാല്യൂ കൽപ്പിക്കുന്നതെന്നാണ്. അതുപോലെ തന്നെ പുരുഷന് ഒരുപോലെയുള്ള തുല്യ വാല്യൂ നൽകണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നമ്മളെ മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറ്റകൃത്യങ്ങളും അതിൻ്റെ ശിക്ഷകളും വകുപ്പുകളാണ് പറയുന്നത്. ആർട്ടിക്കിൾ 295 ആദ്യമായിട്ട് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മതവിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ആരാധനാലയം അശുദ്ധമാക്കുക എന്നാണ്. അതിന് ഏകദേശം 2 വർഷത്തോളം തടവും പിഴയും അല്ലെങ്കിൽ തടവോട് കൂടിയ പിഴയും ഉണ്ടാവുന്നതാണ്. ഇനി അതിൻ്റെ കീഴിലാണ് ആർട്ടിക്കിൾ 295A. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ മതവികാരങ്ങളെ പ്രകോപിക്കുന്നതിനായി ഒരു മതത്തെയോ അതിൻ്റെ വിശ്വാസങ്ങളെയോ അപമാനിക്കാൻ മനഃപൂർവ്വമോ ദുരുദ്ദേശപരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ വാക്കാലോ പ്രവൃത്തിയാലോ അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളാലോ ആയാൽ പോലും നമ്മൾ ശിക്ഷിക്കപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത്. ഏകദേശം ഇതിന് 3 വർഷത്തോളം തടവും അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ പിഴയോട് കൂടിയ തടവോ ഉണ്ടാവുന്നതാണ്. ഇനി അടുത്താണ് ആർട്ടിക്കിൾ 296, അതായത് മതപരമായ മീറ്റിങ്ങുകളെ മറ്റും അലങ്കോലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മതങ്ങളിൽപ്പെട്ട ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർ വരെ ഈ ഇത്തരം മീറ്റിങ്ങുകളെ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് അവിടെ കമ്മ്യൂണൽ വയലൻസുകളും മറ്റൊക്കെ ഉണ്ടാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ളവർക്ക് ഏകദേശം 1 വർഷത്തോളം തടവും ഫൈനും പിഴയും അതുപോലെ തന്നെ പിഴയോട് കൂടിയ തടവും ലഭിക്കുന്നതാണ്. അടുത്താണ് ക്രോസിംഗ് ബറിയൽ ഗ്രൗണ്ട്സ്, അതായത് ആർട്ടിക്കിൾ 297 അതായത് ശ്മശാന ഭൂമിയിലും മറ്റും നമ്മൾ അതിര് കടന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മൾ ഒരു വിഭാഗത്തിൻ്റെ ശ്മശാന ഭൂമിയിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ കൊണ്ടുപോയി അടക്കം ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ അടക്കം ചെയ്യുന്ന വേളയിലും മറ്റു വിഭാഗക്കാരെ അവിടെ ഉണ്ടാകുന്നത് അവരെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ വകുപ്പിൻ്റെ കീഴിലായിട്ട് വരുമെന്നാണ് പറയുന്നത്. ഇത് ഏകദേശം 1 വർഷത്തോളം തടവും അതുപോലെ തന്നെ തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ തടവോട് കൂടിയ പിഴയും അങ്ങനെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 298 അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മതവികാരങ്ങളെ മനഃപൂർവ്വം വ്രണപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഏകദേശം 1 വർഷത്തോളം തടവോ അല്ലെങ്കിൽ 1 വർഷത്തോളം തടവോ പിഴയോ അല്ലെങ്കിൽ പിഴയോട് കൂടിയ തടവോ ലഭിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.